ഇന്നലെ നമ്മുടെ മുൻപിലെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ബി.ജെ.പി. നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവം, അതിൽ ബി.ജെ.പി. മുൻ പഞ്ചായത്ത് അംഗമടക്കമുള്ളവർ അറസ്റ്റിലായ സംഭവം. ഈ കേസിൽ തുടരന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃശ്ശൂർ വെള്ളാഞ്ചിറയിൽ ബി.ജെ.പി. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ലാലു പീണിക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള വ്യാജ മദ്യനിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കോഴി ഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യനിർമ്മാണം. സംഭവത്തിൽ ബി.ജെ.പി. നേതാവും കൂട്ടാളിയും ഇന്നലെ തന്നെ അറസ്റ്റിലായിരുന്നു. വിവരങ്ങളുമായി തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. തിയോഫിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതാവ് ഇന്നലെ അറസ്റ്റിലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾക്ക് ഈ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ നിർമ്മാണത്തിൽ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കാണോ പോലീസ് എത്തി നിൽക്കുന്നത്? മനു, തീർച്ചയായും. കാരണം കൂടുതൽ പേരുടെ സഹായമില്ലാതെ ഇത്തരത്തിലൊരു സംവിധാനം നടത്താൻ കഴിയില്ല. തന്നെയുമല്ല, ഇത് വിതരണം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത്രയും സാധനം വെറുതെ സൂക്ഷിച്ചു വെക്കില്ല. അപ്പോൾ ഇതിന് സൗകര്യം ചെയ്തു കൊടുത്തവരെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എവിടെയെല്ലാം ഇത് വിതരണം ചെയ്യുന്നതിന് സഹായിച്ച, അതോടൊപ്പം തന്നെ ഈ മദ്യം എത്തിച്ചത് കർണാടകയിൽ നിന്നാണെന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മദ്യം കടത്തിക്കൊണ്ടുവരുന്നത്, അപ്പൊ രണ്ട് സംവിധാനമുണ്ട്. ഒന്ന്, ഈ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം തന്നെയായിരുന്നു ഇത്. എന്നാൽ പോലീസിന് ഇപ്പോൾ സംശയം ബാക്കിയുള്ളത്, സ്പിരിറ്റ് ഇവിടെ എത്തിച്ച് ഇവിടെ എസൻസുകൾ ചേർത്ത് വിവിധ ബ്രാൻഡുകളിലുള്ള മദ്യമാക്കി മാറ്റാനുള്ള സൗകര്യം ഇവിടെ പോരാതെ വരും. അതായത് ഇവിടെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞ സൗകര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അത് പോരായിരിക്കും. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ സ്പിരിറ്റിനെ വിദേശ മദ്യമാക്കി, അതായത് വ്യാജ നിർമ്മിത വിദേശ മദ്യമാക്കി മാറ്റുന്ന, എസൻസുകൾ ചേർത്ത് മാറ്റുന്ന സംവിധാനം മറ്റെവിടെയെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ, അതായത് തൃശ്ശൂർ ജില്ലയിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ വ്യാജമദ്യ വേട്ടയായിരുന്നു ഇന്നലെ നടന്നത്. 15,000 ലിറ്ററാണ് അനധികൃത വിദേശ മദ്യം ഇന്നലെ പിടികൂടിയത്. അതിൽ തന്നെ 1/2 ലിറ്ററിന്റെ കുപ്പികളും 1 ലിറ്ററിന്റെ കുപ്പികളും ഉണ്ടായിരുന്നു. 1 ലിറ്റർ കൊള്ളുന്ന 3,960 ബോട്ടിലുകളും 1/2 ലിറ്ററിന്റെ 10,800 ബോട്ടിലുകളുമാണ് ഇന്നലെ പിടികൂടിയത്. ഇത് പാക്ക് ചെയ്ത് കുപ്പികളിലാക്കി ലേബൽ ഒട്ടിച്ച് സീൽ ചെയ്ത വിദേശ മദ്യം എന്ന രീതിയിൽ തന്നെ വിൽക്കാൻ തയ്യാറാക്കി വെച്ച മദ്യമായിരുന്നു. അതോടൊപ്പം തന്നെ 2,300 ലിറ്റർ സ്പിരിറ്റ്, അത് പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു. ഇനി സ്പിരിറ്റ് വേറെ രീതിയിൽ മറച്ചു വിൽക്കുന്ന രീതി അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഇവർ ഉണ്ടാക്കിയിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും 2 പേർക്ക് മാത്രമായി ഇത്തരം ഒരു സംവിധാനം ഒരുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മദ്യം കർണാടകയിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നതിന്, ഇവിടെ സൂക്ഷിക്കുന്നതിന്, ഇവിടെ നിന്നും ഈ പറഞ്ഞ ഇതിനിടയിൽ ഇത് സ്പിരിറ്റ് വിദേശ മദ്യമാക്കി, അതായത് വ്യാജ വിദേശ മദ്യമാക്കി മാറ്റുന്ന സംവിധാനം, ആ മദ്യം ഏർപ്പെടുത്തണമെങ്കിൽ ചില്ലറ പരിപാടിയൊന്നും പോരാ തിയോഫിൻ. കാരണം സ്പിരിറ്റ് കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, അത് പിന്നെ വിദേശ മദ്യമാക്കി മാറ്റണം, അതുപോലുള്ള ബോട്ടിലുകളൊക്കെ വേണം. അപ്പോൾ കുറച്ച് സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. അപ്പോൾ ചില്ലറക്കാരനല്ല ഈ ബി.ജെ.പിയുടെ പഞ്ചായത്ത് അംഗം അല്ലേ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അല്ലേ? തീർച്ചയായും. 2015 ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ആളാണിത്, ലാലു പീണിക്കപ്പറമ്പിൽ. ലാലു, ഇയാൾ ഒരു നാടക പ്രവർത്തകൻ കൂടിയാണ്. നാട്ടിൽ അറിയപ്പെടുന്നത് KPSC ലാൽ എന്ന പേരിലാണ്. അങ്ങനെ നമ്മൾ ഇതിൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. കാരണം ഈ 2 പേരിൽ ഇത് ഒരിക്കലും തീരാൻ വഴിയില്ല. കാരണം ഇത്രയും സംവിധാനം ഒരുക്കി, അതായത് ഒരാളും അയാളുടെ സഹായം കൊണ്ട് മാത്രം ഇത്രയും വലിയൊരു വിപുലമായ സംവിധാനം നോക്കൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 15,000 കുപ്പി, അതായത് 15,000 കുപ്പി എന്ന് പറയുമ്പോൾ തന്നെ 15,000 കുപ്പി അല്ല, ക്ഷമിക്കണം, 15,000 ലിറ്റർ മദ്യം, അതോടൊപ്പം തന്നെ 2,500 ലിറ്റർ സ്പിരിറ്റും. ഇത്രയും സാധനം ഈ ഒരു സമയത്താണ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്രിസ്മസ് ആണ്, പുതുവത്സരമാണ്. ഈ സമയത്ത് വിൽപ്പന നടത്താൻ കൊണ്ടുവന്നിരിക്കുന്ന സാധനമാണ്. എന്തായാലും ഇത് ഇന്ന് തുടങ്ങിയതായിരിക്കില്ല. അപ്പോൾ സംവിധാനം തിയോഫിൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ഇത് എങ്ങനെയാണ് ഇത് വിറ്റഴിക്കുന്നത് എന്നത് സംബന്ധിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ട്? കാരണം ഇത് എന്താണെങ്കിലും ഡയറക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ. തീർച്ചയായും അതിനെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും പോലീസിന് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ പോലീസ് നമ്മളോട് പങ്കുവച്ചിട്ടില്ല. എന്തായാലും ഇയാൾ വലിയൊരു നെറ്റ്വർക്ക് ഇതിന് പിന്നിലുണ്ട്, അവരെ സഹായിക്കുന്നവരുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിലെ ബി.ജെ.പി നേതൃത്വം എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഈ വിഷയം അറിഞ്ഞതായി ഭാവിച്ചിട്ടുണ്ടോ? ഈ വിഷയവുമായി അറിയാത്ത രീതി, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണം അവർ നടത്തിയിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ഒരു സാധ്യത കുറവുമാണ്. ഇനി മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും സാഹചര്യത്തിൽ നേരിട്ട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ മാത്രമായിരിക്കും ഞങ്ങൾക്ക് അറിയില്ലെന്നോ അയാൾ ബി.ജെ.പി പ്രവർത്തകനല്ലെന്നോ പറഞ്ഞ് ഒഴിവാകാനാണ് സാധ്യതയുള്ളൂ. കാരണം
ഈ തൃശ്ശൂരിലെ BJP നേതൃത്വത്തെ സംബന്ധിച്ച് ഇവർക്ക് ഈ മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം നേരത്തെ തന്നെ വെളിവായിട്ടുള്ളതാണ്. നേരത്തെ കൊടകര കുഴൽപ്പണ കേസ്, അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിലുണ്ടായ ഒരു കള്ളനോട്ട് കേസ്, ഇത്തരം കേസുകളിലെല്ലാം ബന്ധം BJP വ്യക്തമായി തന്നെ തെളിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ പല നേതാക്കൾക്കും മാഫിയ ബന്ധങ്ങളുണ്ട്. ഈ മണൽ മാഫിയ ഉൾപ്പെടെയുള്ള മാഫിയ ബന്ധങ്ങൾ തൃശ്ശൂരിലുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഒരു വ്യാജമദ്യ കേസ് കൂടി വന്നിരിക്കുന്നത്. ഇതിൽ ഇനി ഈ വിതരണത്തിന് ആരെല്ലാം സഹായിച്ചു? കാരണം കർണാടകയിൽ നിന്ന് ഇത്രയും സ്പിരിറ്റ് ഇവിടെ എത്തിക്കുന്നത് വെറുതെ സാധിക്കില്ല. കാരണം ഇയാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നല്ല. അങ്ങനെയെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. ഇത് ആരുടെയും പിടിയിലാകാതെ ഈ സാധനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സ്പിരിറ്റ് ഇവിടെ എത്തിക്കുന്നതിന്, വെള്ളാഞ്ചിറ വരെ ഇത് എത്തിക്കുന്നതിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്ത അതിൽ നേതാക്കൾക്ക് പങ്കുണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് സൗകര്യം ഒരുക്കി കൊടുത്തവരെ എല്ലാം പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം ഇത് വിതരണം ചെയ്യേണ്ട മേഖലകൾ അപ്പോൾ ഓരോ സീസണിലും ഇത് എത്തിച്ചു നൽകുന്നുണ്ട്. തന്നെയുമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കോഴി ഫാം പുറമേ നിന്ന് കാണുമ്പോൾ ഒരു കോഴി ഫാം മാത്രമാണ്. ഈ കോഴി ഫാമിനുള്ളിൽ ഒരു ഗോഡൌൺ ഉണ്ട്. ഈ ഗോഡൌണിൽ കോഴിക്ക് വേണ്ട തീറ്റകളും മറ്റു സാധനങ്ങളും സൂക്ഷിച്ചിരുന്നതാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ ആ ഗോഡൌണിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ഈ തീറ്റകൾ മാത്രമാണ്. ഇവിടെ നിന്നും ഇതിന് പുറകുവശത്തായിട്ട്, അതായത് പകുതി ഭാഗത്തോളം വേർതിരിച്ച് അതിന് പിന്നിൽ രഹസ്യ അറകൾ സൃഷ്ടിച്ചാണ് ഇവർ ഈ മദ്യം സൂക്ഷിച്ചിരുന്നത്. സ്പിരിറ്റും ഈ കുപ്പിയിലാക്കിയ മദ്യവും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. അവിടേക്കുള്ള പ്രവേശനം പോലും രഹസ്യമാണ്. അതിനകത്തേക്ക് രഹസ്യ അറകൾ പോലെ, അതായത് തീർച്ചയായും അതാണ് ഏറ്റവും വ്യക്തമായ ഉദാഹരണം. മനു പറഞ്ഞതുപോലെ ഒരു സിനിമകളിൽ കാണുന്ന പോലെ തന്നെ റാക്കുകളാക്കി അല്ലെങ്കിൽ ഷെൽഫുകൾ പോലെ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു സാധനം ഇതിനെ തള്ളി നീക്കിയാണ് ഈ ഗോഡൌണിലേക്ക് കടക്കാൻ കഴിയുക. അത്തരത്തിലൊരു രഹസ്യ സങ്കേതം പോലെ ഒരുക്കി അതിനകത്ത് ഇത്രയും മദ്യം സൂക്ഷിച്ചിരുന്നു. രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി ഡിവൈഎസ്പി TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്, അല്ലെങ്കിൽ ഇത്രയധികം അളവിലാണ് ഈ കോഴി ഫാമിനകത്തു നിന്നും ഇത്രയും മദ്യം പിടികൂടാൻ കഴിഞ്ഞത്. ചതുരത്തിലുള്ള ദ്വാരങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ചതുരത്തിലുള്ള ഈ റാക്കുകൾ നിർമ്മിച്ചാണ് ഇതിനകത്തേക്ക്, അതായത് ഈ ഗോഡൌണിനകത്തേക്ക് പുറത്തുനിന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലായിരുന്നു രഹസ്യ അറകൾ നിർമ്മിച്ചിരുന്നത്. ചാലക്കുടി ഡിവൈഎസ്പി TK വ്യക്തമാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും തിയോഫിനി പറഞ്ഞതുപോലെ ഇതിന്റെ പുറകിലുള്ള സംഘങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരണം. ഈ ലാലു എന്ന് പറയുന്ന മുൻ BJPയുടെ മുൻ പഞ്ചായത്ത് അംഗം മാത്രമല്ല, BJPയുടെ നേതാവ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വലിയ ഗ്യാങ് അല്ലെങ്കിൽ വലിയ സംഘം ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അത്രയധികം സംവിധാനങ്ങളാണ് ഈ വ്യാജമദ്യം സൂക്ഷിച്ചിരുന്ന ഈ ഗോഡൌണിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ വിതരണം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഏതായാലും ഈ രണ്ടുപേരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ സ്പിരിറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, ഇത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, ചില്ലറ കളിയല്ല. 15,000 ലിറ്റർ മദ്യമാണ്, വ്യാജ വിദേശ മദ്യമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2,500 ലിറ്റർ സ്പിരിറ്റും പിടികൂടിയിരിക്കുകയാണ്. ഏതായാലും തൃശ്ശൂരിലെ BJP നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അവർ. കാരണം വലിയ ആക്ഷേപങ്ങൾ തൃശ്ശൂരിലെ BJPക്ക് നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ തിയോഫിൻ പറഞ്ഞതുപോലെ കൊടകര കുഴൽപ്പണ കേസ്, നേരത്തെ കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടടി കേസ്, ഇപ്പോൾ അതിൻ്റെ പുറകെ ഇതാ തൃശ്ശൂരിൽ ഇത്രയും വലിയ വ്യാജ മദ്യ കേന്ദ്രം തന്നെ പിടികൂടിയിരിക്കുകയാണ് BJP നേതാവിൻ്റെ കോഴി ഫാമിൽ നിന്ന്. അപ്പോൾ സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.